ശൈശവ പ്രമേഹം അല്ലെങ്കിൽ ശരാശരി 40 വയസ്സിനോ മുകളിലുള്ളവരെയും ശരീരഭാരം കൂടിയവരെയും ബാധിക്കുന്ന പ്രമേഹ രോഗാവസ്ഥയാണ് ടൈപ്പ് 2. ഇൻസുലിൻ എന്ന ആന്തസ്ഥ ഗ്രന്ഥ സ്രാവത്തിന്റെ ഉത്പാദനം ശരീരത്തിന്റെ മൊത്തം ആവശ്യത്തിന് വേണ്ടാത്ത ആവശ്യത്തിന് തികയാതിരിക്കുമ്പോഴാണ് ഇത്തരം പ്രമേഹം വരുന്നത്, ടൈപ്പ് 2 എന്നുള്ളത്. ഒന്ന് ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റാ കോശങ്ങൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് ടൈപ്പ് 1, അതായത് പ്രീ ഡയബറ്റിസ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ വരുന്നത്. ടൈപ്പ് 2 എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ നമ്മുടെ പാൻക്രിയാസിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ടൈപ്പ് 2 എന്നുകൊണ്ട് പറയുന്നത്. മറ്റു പ്രമേഹ അവസ്ഥകൾ, അതായത് ഗർഭകാലങ്ങളിൽ ഉണ്ടാകുന്ന സമയത്ത് സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. അത് ഏകദേശം ഒരു 24-25 വീക്കിൽ ഉള്ള കൺസീവ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ചിലപ്പം ഈ ആഫ്റ്റർ ഡെലിവറി എല്ലാം ക്ലിയർ ആയി പോകുന്നതിന് സാധ്യതയുണ്ട്. എന്നാൽ ടൈപ്പ് 2 പ്രമേഹം അവർക്ക് പിന്നീട് ഉള്ള കുറച്ച് നാളുകൾക്ക് ശേഷം പിടികൂടാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ട് എന്ന് സ്റ്റഡീസ് പറയുന്നു. പിന്നെ സെക്കൻഡറി ഡയബറ്റിസ്, ആഗ്നേയഗ്രന്ഥിയുടെ വീക്കം, ചില പ്രത്യേക മരുന്നുകളുടെ ഉപയോഗം, അതായത് ഡയറ്റോട്ടിക്സ് ആൻഡ് സ്റ്റെറോയിഡ്സ് എന്നും അതിലുള്ള അസുഖങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട്, ഈ മരുന്നുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ഗ്രന്ഥികളെ ഉത്പാദന ശേഷി, ഇൻസുലിൻ ഉത്പാദന ശേഷി ഇല്ലാതാകുന്നു. അങ്ങനെ വീണ്ടും ഇതിന്റെ ചാൻസസ് കൂടി വരുന്നു. പിന്നെ IGT, ഇമ്പയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, പ്രീ ഡയബറ്റിസിന്റെ സ്റ്റേജിനെയാണ് ഇത് പറയുന്നത്. ചില ആളുകളിൽ തുടക്കത്തിൽ രക്തത്തിലെ പഞ്ചസാര സാധാരണ അളവിൽ നിന്നും കൂടി പക്ഷെ പ്രമേഹത്തിന്റെ അളവിലേക്ക് എത്താതെ നിൽക്കും. ഈ അവസ്ഥയെ പ്രീ ഡയബറ്റിസ് IGT എന്ന് വിളിക്കുന്നു. ഇത്തരം ആളുകൾ ഭക്ഷ്യത്തിലും വ്യായാമത്തിലും ശ്രദ്ധിച്ചാൽ സാധാരണ നിലയിൽ തിരിച്ചു നോർമലിലേക്ക് വരാൻ സാധ്യത കൂടുതലുണ്ട്. രോഗലക്ഷണങ്ങളാണ്. വിവിധ കാരണങ്ങൾ മൂലം പ്രമേഹം പിടിക്കപ്പെടുന്നു. പലപ്പോഴും ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാവുക പതിവാണ്. പാരമ്പര്യ ഘടകങ്ങൾ, പ്രമേഹത്തിന്റെ കാരണമാകുന്ന ജീനുകൾ വഹിക്കുന്ന കുടുംബാംഗങ്ങളിൽ ഇതിനുള്ള സാധ്യത കൂടുതലാണ്. സ്വയം പ്രതിരോധജന്യം, ചില അവസരങ്ങളിൽ ശരീരത്തിന്റെ കോശത്തിന് തന്നെ ശരീരം ശത്രുവെന്ന് നശിപ്പിച്ച് കളയാറുണ്ട്. ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളെ ശരീരം ഇത്തരത്തിൽ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് പ്രമേഹത്തിൽ കലാശിക്കും. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്തോ പ്രശ്നം വരുന്നു. ആ കമ്മ്യൂണിക്കേഷനിൽ പ്രശ്നം വരുന്നത് കൊണ്ട് നമ്മുടെ ബീറ്റാ കോശങ്ങൾ അല്ലെങ്കിൽ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കോശങ്ങളെ ശരീരം ശത്രുവായിട്ട് കരുതുന്നു. അങ്ങനെ അതിനെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞത് പൊണ്ണത്തടി. പൊണ്ണത്തടിയും അതിന്റെ ഒരു ലക്ഷണമായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. രക്തക്കുഴലുകളിലുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഈ വോൺസും മറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ പൊട്ടലും ഇതെല്ലാം ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് ശരിയാകാതിരിക്കുന്ന ഒരു അവസ്ഥ. മാനസിക പിരിമുറുക്കം, ക്ഷീണം എല്ലാം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ മാനസിക പിരിമുറുക്കം, ഇതൊക്കെ ഒരു ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാം. വൈറസ് ബാധ, പിന്നെ അപകടങ്ങൾ, ഇതൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ. ഡയബറ്റീസ് സിംറ്റംസ്: യൂറിനേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകും. വെരി തേഴ്സ്റ്റി, ദാഹം ഉണ്ടാകും. വെയിറ്റ് പെട്ടെന്ന് കുറയും, നമ്മൾ ട്രൈ ചെയ്യാതെ തന്നെ പെട്ടെന്ന് വെയിറ്റ് കുറയും. വളരെ വിശപ്പുള്ള ഒരു ഇതുണ്ടാവും. പിന്നെ വിഷൻ, കണ്ണിന്റെ കാഴ്ച ബ്ലറി ആയിട്ടിരിക്കും, വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിഷൻ ഉണ്ടാകത്തില്ല. നം ഓൺ ടിംഗ്ലിംഗ് ഹാൻഡ്സ് ഓർ ഫീറ്റ്, അതായത് കാല് മരവിച്ച മാതിരിയോ അല്ലെങ്കിൽ നമുക്ക് ഒരു കുത്തു മാതിരിയുള്ള ഒരു ഫീലിങ്സ് ഉണ്ടാകും, നംനെസ് ഉണ്ടാകും. ഫീൽ വെരി ടയേർഡ്, എപ്പോഴും ക്ഷീണം ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. ഡ്രൈ സ്കിൻ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഹാവ് സോറസ് ആൻഡ് ഹീൽ സ്ലോലി, നമുക്ക് ഈ ചൊറിച്ചിലും മറ്റുമൊക്കെ ഉണ്ടാകും, പക്ഷെ അത് പെട്ടെന്ന് മാറുന്നതല്ല, വളരെ സമയം എടുക്കുന്നതായിരിക്കും. അതെല്ലാം ഓരോ ലക്ഷണങ്ങളാണ്. പിന്നെ മോർ ഇൻഫെക്ഷൻ ദാൻ യൂഷ്വൽ, സാധാരണ രീതിയിൽ ഇൻഫെക്ഷൻ, ഈ ജലദോഷം, പനി, അങ്ങനെയുള്ള മാതിരിയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും തുടർന്നുകൊണ്ട് വന്നിരിക്കും. അതായത് നമ്മുടെ പ്രതിരോധ ശക്തി കുറയുന്നത് കൊണ്ടുള്ള ഇതാണ്. അപ്പോൾ ഡയബറ്റിസ് പല സ്ഥലങ്ങളിലും പല രീതിയിലും നമ്മൾ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു വീഡിയോയിലൂടെ ഡയബറ്റിസിന്റെ ചെറിയ എങ്ങനെയാണ് ഫങ്ഷൻസ് എന്ന് മനസ്സിലാക്കാം. Body processes. In this film, we're going to explain how your body processes the food you eat in order to provide all your body cells with the energy they need. And also what happens when you have diabetes and this system doesn't work properly.
When you eat food that contains carbohydrate, it's broken down in the stomach and digestive system into glucose, which is a type of sugar. We need glucose from food because that's what gives us energy. Carbohydrate-containing foods are things like starchy foods, sugary foods, milk and some dairy products, and fruit. This glucose then moves into the bloodstream, and the body detects that the blood glucose level is rising. In response to that, the pancreas, which is a little gland that sits just underneath the stomach, starts to release a hormone called insulin. And it's insulin that helps our body get the energy from the food we eat. The bloodstream then takes the glucose and the insulin to every cell in our body that needs it. To make this easier to understand, let's look at muscle cells. At the muscle cells, it's insulin that allows the glucose to get into the cells where it can be used for energy. It's a bit like insulin is a key unlocking the door to the cells so the glucose can get in. That way, the blood glucose level starts to lower the level of glucose, tries to get rid of the glucose through the kidneys. That's why people who have undiagnosed type 1 diabetes tend to go to the toilet a lot to pass urine. As the kidneys filter the glucose out of the blood, they also take a lot of water with it. So the person with diabetes will get very thirsty. The urine contains a lot of glucose, and that creates an environment where it's quite easy for bacteria to thrive. So it's also quite common to get thrush or genital itching. In the same way, the blood contains a high level of glucose as well, so more bacteria than usual will tend to breed in flesh wounds, and they might be slow to heal. Glucose can also build up in the lens at the front of the eye, causing the liquid in the lens to become cloudy. That can mean that some people with undiagnosed type 1 diabetes can have blurred vision. Because the glucose can't get into the cells to be used for energy, somebody who's got undiagnosed type 1 diabetes is going to start feeling very tired, lethargic, and unable to sort of go about their normal daily routine. But the body still needs an energy source in order to work properly. So what it does is it starts to break down its fat stores, and that can lead to weight loss. So the main symptoms of type 1 diabetes are going to the toilet a lot, thirst, thrush or genital itching, slow healing of wounds, blurred vision, tiredness, and weight loss. These symptoms generally happen quite quickly, often over a few weeks, and can be reversed once the diabetes is treated with insulin. Type 2 diabetes accounts for about 90% of all cases in the population. It's most common in the over 40 age group in the white population and in the over 25 age group in the South Asian population. Type 2 diabetes is a little more complex because there's slightly more processes at work. Either the body isn't producing quite enough insulin, or the insulin it is producing isn't working properly. That can be due to being overweight because a buildup of fat can stop insulin doing its job properly, but it can also happen in people of a healthy weight. So in type 2 diabetes, the carbohydrate-containing food is broken down into glucose in the stomach and digestive system as normal. That glucose then moves into the bloodstream. The pancreas starts to produce insulin, which moves with the glucose through the bloodstream to all the body cells which need glucose for energy. However, the glucose can't always get into the cells because the locks to the cell doors have become furred up with fat deposits. That means that the insulin can't open the cell doors properly. So, ഇവിടെ കണ്ടിരിക്കുന്നത് നമ്മളെ സെല്ലുകളിലേക്ക് സെല്ലിന്റെ ആ കീ പോലത്തെ സ്ഥലത്ത് വൈറ്റ് കളർ പാച്ച് വന്നിരിക്കുന്നത്, അതായത് ഫാറ്റ് നമ്മുടെ അത് പൊണ്ണത്തടികളുള്ളത് കൊണ്ടും ഫാറ്റ് നമ്മുടെ ശരീരത്തിലുള്ളത് കൊണ്ടും സെൽസിന്റെ ഡോർ ആയിട്ടുള്ള അത് ഓപ്പൺ ചെയ്യാതെ അതിന്റെ സൈഡിലെല്ലാം ഈ ഫാറ്റ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇൻസുലിൻ അകത്തേക്ക് ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ സെല്ലിന് ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും അവിടെ കിട്ടുന്നില്ല എന്നാണ് ഈ വീഡിയോ. the level of glucose in the blood continues to rise.
In response to this, the pancreas produces even more insulin. So the blood glucose levels continue to rise and the insulin levels continue to rise. This situation is further complicated by the cells, which are desperate for energy, sending out emergency signals to the liver to release stored glucose. The blood glucose level goes up and up, and the pancreas produces more and more insulin until it can't cope anymore, and eventually it can wear out. As with type 1 diabetes, the symptoms of type 2 diabetes are going to the toilet a lot, thirst, thrush or genital itching, slow healing of wounds, blurred vision, tiredness, and weight loss in some people. The symptoms for type 2 diabetes come along very slowly, and some people don't have any symptoms at all. So for that reason, people can live with type 2 diabetes for up to 10 years before they realise that they have it. Type 2 diabetes can be treated in a number of different ways. Initially, it may be sufficient to make changes to the food you're eating and to take extra physical activity or lose any weight that may be appropriate. But type 2 diabetes is a progressive condition and most people will need some form of medication to treat it. അപ്പൊ നമ്മള് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഓറിയൻസിന്റെ കയ്യിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു റെമഡി തന്നെ നമുക്ക് പറയാം. ഫുഡ് സപ്ലിമെന്റ്സ് ഉണ്ട്. അതായത് നമ്മുടെ ബീറ്റ കോശങ്ങളെ ആക്ടിവേറ്റ് ചെയ്ത് ഇൻസുലിനെ പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും ഒരു ഹെൽത്തി പാൻക്രിയാസും ഹെൽത്തി ലിവറും നമുക്കൊരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ കിട്ടുന്നു എന്നത് കൂടിയാണ് ഈ പ്രൊഡക്ട്സുകൾ ഉപയോഗിക്കുന്നതിനുള്ള ഗുണങ്ങൾ. അതിൽ ഏറ്റവും മുഖ്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഡയാ ജ്യൂസ് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് പ്രീ ഡയബറ്റിക് ആണെങ്കിലും ശരി, ഡയബറ്റിക് വരാതിരിക്കാണെങ്കിലും ശരി, വന്നിരിക്കുന്നവർക്കാണെങ്കിലും ശരി, ഉപയോഗിക്കുന്ന ഈ രണ്ട് പ്രോഡക്റ്റ് ഡയാ ജ്യൂസും ഡയാ കെയറും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ കൂടാതെ ഒരു ഒറ്റമൂലിയായിട്ടുള്ള മേശശ്രീങ്കി ആയുർവേദത്തിന്റെ മെഡിസിൻ എന്ന് തന്നെ പറയാം. അത് നമ്മൾ ഉപയോഗിച്ചാൽ ഇതിന് കുറച്ചുകൂടി ആക്കം കൂട്ടും, ഇതിന്റെ റിക്കവറിക്കുള്ള സ്പീഡ് കൂട്ടും, വളരെ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഓസ്ട്രോങ് ലിവർ, തീർച്ചയായും നമ്മുടെ ലിവറിന്റെ ഫംഗ്ഷൻ കൂടി ഇതിനോട് കൂടി ചേർന്നതാണ്. പാൻക്രിയാസ് ലിവറിന്റെ ഒരു സൈഡിലോട് ചേർന്ന് വരുന്നു. പിന്നെ ലിവർ ഫംഗ്ഷനും ലിവറിലോടുള്ള ഒരുപാട് വർക്ക് ഒരുമിച്ച് ചെയ്യുന്നതാണ് പാൻക്രിയാസ്. സോ അതുകൊണ്ട് ലിവറിനെ കൂടി നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. സോ സ്ട്രോങ് ലിവർ നമുക്ക് കൊടുക്കാം. പിന്നെ വീറ്റ് ഗ്രാസ്, തീർച്ചയായും ഇത് നമ്മുടെ ബ്ലഡിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ബ്ലഡിലെ പ്യൂരിഫിക്കേഷൻ, ബ്ലഡിന്റെ ഗ്ലൂക്കോസിന്റെ നിലയ്ക്ക്, അതുപോലെ തന്നെ ബ്ലഡിന്റെ ഹീമോഗ്ലോബിന്റെ ഒക്കെ അളവിനെ ശരിയാക്കി എടുക്കുന്നതിനും നമുക്ക് വീറ്റ് ഗ്രാസ് ഉപയോഗിക്കാം. ടോട്ടൽ ആന്റി ഓക്സിഡന്റ്, യെസ്, ടോട്ടൽ ആന്റി ഓക്സിഡന്റ് ഒരു സംശയം വേണ്ട. നമ്മുടെ ഫ്രീ റാഡിക്കൽസ് റിമൂവ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ബ്ലഡിലുള്ളതും നമ്മുടെ സെൽസിലുള്ളതുമായിട്ടുള്ള ഫ്രീ റാഡിക്കൽസിനെ എല്ലാം റിമൂവ് ചെയ്യുന്നതിന് ടോട്ടൽ ആന്റി ഓക്സിഡൻസ് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു ഡയബറ്റിക്സിന്റെ സിറ്റുവേഷനുള്ള അതിന് മുമ്പാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. 7 വണ്ടർ ജ്യൂസ് ഒരു എന്താ പറയാ, പേര് പോലെ തന്നെ ഒരു 7 വണ്ടേഴ്സ് ജ്യൂസ് തന്നെ. അതിനകത്തുള്ള കോമ്പിനേഷൻ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗമാണ്. ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമുക്ക് 7 വണ്ടർ ജ്യൂസും ഉപയോഗിക്കാം. T3 ഇപ്പൊ നമ്മള് കോവിഡിന്റെ സമയത്ത് ഉപയോഗിക്കുന്ന T3 എന്ന് പറഞ്ഞ അതിനർത്ഥം നമ്മുടെ ലിക്വറൈസും സിന്നമനും എല്ലാം ഉള്ളത് കൊണ്ട് ബ്ലഡ് പ്യൂരിഫിക്കേഷനും ഒപ്പം തന്നെ ഗ്ലൂക്കോസിന്റെ ലെവൽ കൺട്രോൾ ചെയ്ത് വെക്കുന്നതിനും കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നതിനും ഒക്കെ അതിനകത്ത് ഒറ്റമൂലികളുണ്ട്. സോ ഇത് ഈ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇതില് നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് ഉപയോഗിച്ച് ഈ അസുഖം വരാതിരിക്കുന്നതിനും വന്ന അസുഖത്തിന്റെ വീര്യത കുറയ്ക്കുന്നതിനും ഒപ്പം തന്നെ അതിനെ പെർമനന്റ് ആയിട്ട് ഒരു നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും നമുക്ക് കഴിയാവുന്നതാണ്. ഇതാണ് ഡയബറ്റിക് ഒരു ക്ലാസ്. കേട്ടവർക്ക് താങ്ക് യു സോ മച്ച്. ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ ഈ സപ്ലിമെന്റ് ഡെയിലി ഓരോന്ന് കൊടുത്തുകൊണ്ട് 2 കൊടുത്തുകൊണ്ട് പോരാ. ഡയബറ്റിക് ആണ്, അവർക്ക് ഇൻസുലിന്റെ കുറവോ ഇൻസുലിൻ സെക്രിയേഷൻസിൽ കുറവോ ഉണ്ടെങ്കിൽ ഡോസേജ് കുറച്ച് കൂട്ടി കൊടുക്കണം. സ്പെഷ്യലി ഡയാ കെയർ, ഡയാ ജ്യൂസ്, വീറ്റ് ഗ്രാസ് ഓർ ടോട്ടൽ ആന്റി ഓക്സിഡന്റ്. ഇത് ഉറപ്പായിട്ടും 2 കൂടുതൽ ആ ഡയബറ്റിക് ലെവലിനനുസരിച്ച് നമ്മൾ കൊടുക്കണം. കൂടുതലായിട്ട് അവർക്ക് ഗ്ലൂക്കോസ് ലെവൽ ഉണ്ടെങ്കിൽ മേശിങ്കി ഡെയിലി നമ്മൾ ഈ ആയുർവേദിക് മെഡിസിനൽ വാല്യൂ ഉള്ളത് മാത്രം ഓരോ ഡെയിലി 2 വെച്ച് കൊടുത്താൽ മതിയാവും. സോ പല വ്യക്തികളും സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട്, റിസൾട്ട് കിട്ടുന്നില്ല പറയും. കാരണം എന്താ, നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ രാവിലെ ഒന്ന് വൈകുന്നേരത്തോടുള്ള ഒരു ദിവസം 2 സപ്ലിമെന്റ് കഴിക്കുന്ന രീതിക്കാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് നോർമൽ കണ്ടീഷനിലുള്ള ഇപ്പൊ നമ്മൾക്ക് കാൽക്കും അസുഖവും ഇല്ല, നമ്മൾ പ്രിവെൻഷൻ ആണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ
അത് ധാരാളം മതി. ഒരു 3 മാസം തുടർച്ചയായിട്ട് 4 മാസം തുടർച്ചയായിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉപയോഗം ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് നന്നാക്കും. അതല്ല ഡിസോർഡർ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഡോസേജ് കൂട്ടിക്കൊടുക്കണം. സ്പെഷ്യലി അങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികൾക്ക് ഇപ്പൊ എക്സാമ്പിൾ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു. അതായത് ടൈപ്പ് 2-ൽ തന്നെ ഇൻസുലിൻ അകത്തേക്ക് പോവാതെ അതായത് ഡോർ നോക്കിയുമ്പോഴും തുറക്കാൻ പറ്റാതാവുന്നത് ഇൻസുലിൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെല്ലിന്റെ കതവിൽ അതിന് വാതിലില് കൊഴുപ്പടിഞ്ഞു കൂടുമ്പോഴാണ്. അത് ഇൻസുലിൻ ആക്ട് ചെയ്താലും അത് നോക്ക് ചെയ്താലും തുറക്കാൻ പറ്റില്ല. അപ്പൊ അവിടെ നമ്മൾ ഡീടോക്സിഫിക്കേഷനും സ്പെഷ്യലി ഈ ഡയബറ്റിക് പേഷ്യൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു 3-4 മാസത്തിൽ കഴിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമെങ്കിലും മിനിമം കഴിക്കുന്നത് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു 2-3 തവണ ഡീലിപ്പോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ഓൺലി മാറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സപ്ലിമെന്റ് മാക്സിമം 3-4 സപ്ലിമെന്റ്സ് ഒക്കെ ധാരാളം മതിയാവും. ഒരു ജ്യൂസും കൊടുത്താൽ ധാരാളം മതിയാവും. കൂടുതലായിട്ട് വലിച്ചു കയറി കൊടുക്കേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുന്നതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ദഹനവും കൂടെ കറക്റ്റ് ആവും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വിനോദ് സാർ ആൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാൻക്രിയാസിൽ നിന്നും നമുക്ക് ദഹനം, അതായത് എന്താ പറയാ, ദഹന വ്യവസ്ഥയ്ക്ക് ആവശ്യമായിട്ടുള്ള രസങ്ങൾ മീൻസ് ലായനികൾ ഫ്ലൂയിഡ് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പൊ ദഹന ഡൈജഷൻ പ്രോസസ്സിങ്ങിലും പാൻക്രിയാസിന്റെ പ്രയാസം വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് 2 ഗുണങ്ങളിലേക്കാണ് കിട്ടുന്നത്. ഒന്ന്, ഡയബറ്റിക് ലെവൽ ആവാതിരിക്കാനും ഗ്ലൂക്കോസ് ആക്റ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ആയി രക്തകോശങ്ങൾക്ക് പോകാനും. 2, ദഹനത്തെ സപ്പോർട്ട് ചെയ്യാൻ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനും ഇത് നമുക്ക് കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് വളരെ ഗുണം ചെയ്യും. സ്പെഷ്യലി ഡയാജ്യൂസ് കൊടുക്കാതിരിക്കേണ്ട, മാക്സിമം ഡയാജ്യൂസ് എല്ലാവർക്കും, അതായത് അസുഖക്കാരാണോ അല്ലയോ നോക്കാതെ പരമാവധി ആൾക്കാർ കഴിക്കുകയാണെങ്കിൽ അത് ഒരുപാട് ഗുണം നമുക്കുണ്ട്. ഓക്കെ.